വെള്ളത്തിനടിയിൽ വച്ച് പട്ടിണി കിടന്ന് മരിച്ച മനുഷ്യന്റെ കഥ കേട്ടിട്ടുണ്ടോ? സംഭവം നടക്കുന്നത് 1984-ലാണ്. ന്യൂനോ, മാൽക്കം, പീറ്റർ എന്ന 3 കേവ് ഡൈവേഴ്സ് ദക്ഷിണാഫ്രിക്കയിലെ സ്റ്റെർക്ഫോൺടൈൻ കേവ്സിൽ മുങ്ങൽ ഗവേഷണം നടത്തുകയായിരുന്നു. ഗുഹയുടെ പ്രവേശന കവാടത്തിൽ നിന്ന് 120 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന അതിന്റെ അവസാന അറ്റത്ത് പോയി തിരിച്ചു വരിക എന്നതായിരുന്നു അവരുടെ പ്ലാൻ. ന്യൂനോ ഇതിനു മുൻപ് 2 തവണ ഈ ഡൈവിംഗ് നിഷ്പ്രയാസം ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ യാതൊരു അപകടവും അവർ മുന്നിൽ കണ്ടില്ല. പ്രതീക്ഷിച്ചതുപോലെ തന്നെ പുഷ്പം പോലെ അവർ അതിന്റെ അറ്റത്തെത്തി. ഒരുപാട് നേരത്തെ ഗവേഷണങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു നീന്തി. ന്യൂനോ ആണ് മുൻപേ നീന്തിയിരുന്നത്. പെട്ടെന്ന് തൊട്ടുപിറകെ നീന്തിയിരുന്ന മാൽക്കം ന്യൂനോയെ പീറ്ററിനെ കാണാനില്ല എന്ന് അറിയിച്ചു. സംഭവം പീറ്റർ ഇവരുടെ പദ്ധതിയിൽ ഇല്ലാതിരുന്ന ഒരു ഗുഹയിലേക്ക് തന്റെ അടങ്ങാനാകാത്ത ജിജ്ഞാസ കണ്ട് കയറിപ്പോയതാണ്. ന്യൂനോയും മാൽക്കവും അവന് വേണ്ടി ആ ഗുഹയിലേക്ക് കയറി നോക്കിയെങ്കിലും അവനെ കാണാൻ സാധിച്ചില്ല. ജീവന്റെ സ്പർശം പോലും ഏറ്റിട്ടില്ലാത്ത ആ പ്രദേശം പെട്ടെന്നുണ്ടായ ചലനം മൂലം ആകെ പൊടിപടലങ്ങളാൽ നിറഞ്ഞു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് എവിടെയോ അവൻ ഉണ്ടായിട്ടും അവർക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവനെ കാണാതായപ്പോൾ അവർ രക്ഷാസേനയെ വിളിച്ചു. അവരും ദിവസം മുഴുവൻ അവിടെ പരിശോധിച്ചു. ഒടുവിൽ പീറ്റർ മരിച്ചിട്ടുണ്ടാകും എന്നവർ സ്ഥിരീകരിച്ചു. ഇതേസമയം പീറ്റർ ആ ഗുഹയ്ക്കകത്ത് തന്നെയുള്ള ഒരു എയർ പോക്കറ്റിൽ നീന്തി കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കയ്യിലെ ലൈറ്റിന്റെ ബാറ്ററി തീർന്നതുകൊണ്ടും ഓക്സിജൻ സിലിണ്ടർ മതിയായ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ടും അയാൾക്ക് അവിടെ തന്നെ തുടരേണ്ടി വന്നു. ഒരുപാട് ഒച്ചയുണ്ടാക്കിയെങ്കിലും സിലിണ്ടർ കൊണ്ട് ഗുഹയുടെ ഭിത്തിയിലിടിച്ച് ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും ആരും രക്ഷയ്ക്കെത്തിയില്ല. ഒടുവിൽ ഏതാണ്ട് 2 മാസം കഴിഞ്ഞ് പീറ്ററിന്റെ മെലിഞ്ഞുണങ്ങിയ ശരീരം രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. 3-4 ആഴ്ച ജീവനോടെ അവശേഷിച്ച ശേഷം ഒടുവിൽ വിശന്നാണ് അവൻ മരിച്ചതെന്ന വാർത്ത ഹൃദയഭേദകമായിരുന്നു. അവൻ കിടന്നതിനടുത്തായി "ഐ ലവ് യു ഷിർൽ ആൻഡ് മാ" എന്ന് തറയിൽ എഴുതിയിരുന്നു.